BJP ഫ്ലെക്സിൽ ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിഷേധ പരിപാടിയിലെ ഫ്ലെക്സിലാണ് മാറ്റം വരുത്തിയത്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ് റാം, നേരത്തെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ ത്രിവർണ്ണ പതാകയായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ മാറ്റി എന്നതാണോ ഏറ്റവും പുതിയ വിവരം? എങ്ങനെയാണ് ഈ പ്രതിഷേധം തുടങ്ങാറായോ? അനുജയ്, പ്രതിഷേധം അല്പസമയത്തിനകത്ത് ആരംഭിക്കും. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. BJPയുടെ തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ കമ്മിറ്റി കോൾ ചെയ്ത പരിപാടിയാണ്. ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അടക്കമുള്ള വിവിധ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ, ഈ രാജ്ഭവനിലെ ഈ ഭാരതാംബ വിവാദം, അതായത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദം വന്നതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് BJP അതിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാര്യം കുറിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട പടം കൊടുത്തിരുന്നു. ആ പടത്തിൽ ഈ നേതാക്കളുടെയൊക്കെ പേരുകളുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഭാരതാംബയുടെ കയ്യിൽ ഈ കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാകയാക്കി അവർ ഒന്ന് നോർമലൈസ് ചെയ്യുന്നുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിവാദത്തിന് അത് തിരികൊളുത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം അത്തരത്തിൽ അങ്ങനെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ നിന്ന് ആ വിവാദം അത് വലിയ രീതിയിൽ വിവാദമായി മാറിയതിനു ശേഷം ഇവിടേക്ക് എത്തുമ്പോൾ കാണുന്നതാണ് ഈ പരിപാടിയുടെ ഫ്ലെക്സും അതുപോലെ തന്നെ ഒരു ഭാരതാംബയുടെ ചിത്രമുണ്ട്. തൊട്ടപ്പുറത്ത് ഫ്ലെക്സ് ഉണ്ട്. അതിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ത്രിവർണ്ണ പതാകയ്ക്ക് പകരം വീണ്ടും കാവിക്കൊടി തന്നെ ഭാരതാംബയുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷ് ഇതിനൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ധ്വജം അത് സനാതനധർമ്മത്തിൻ്റെ പ്രതീകമാണ് ധ്വജമെന്ന് BJPയുടെ സംസ്ഥാന സെക്രട്ടറി S സുരേഷ് പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ പ്രതീകമാണ് ത്രിവർണ്ണ പതാക എന്നും പറഞ്ഞു. ഈ ദേശീയത അംഗീകരിക്കുന്നവരാണ്, അത് ഈ രണ്ട് ദേശീയത ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് BJPക്കാർ എന്ന് പറഞ്ഞു. ഈ വിവാദം ഇപ്പോൾ ഒരു ഗൂഢാലോചനയുടെ പശ്ചാത്തലത്തിലാണ് വിവാദം ഉണ്ടാകുന്നതെന്നും അത്തരത്തിലൊരു ശ്രമം നടത്തേണ്ടതില്ല, അതിൽ BJP വീടില്ല എന്നുമാണ് സുരേഷ് പറയുന്നത്. BJP തിരുവനന്തപുരം സെൻട്രൽ പ്രസിഡന്റ് കരമന ജയനുണ്ട്. അത് ഈ കാവിക്കൊടി ഏന്തിയ ഭാരതം ഒരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഈ കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാകയാക്കിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്നു. തൊട്ടു പിന്നാലെ ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും ആ ചിത്രത്തിൽ മാറ്റം വരുന്നു. ഇതെങ്ങനെ വിലയിരുത്തുന്നത്? ഭാരത് മാതാവിനെ അംഗീകരിക്കുക, അതാണ് ഞങ്ങളുടെ സന്ദേശം. കാവിക്കൊടി അംഗീകരിക്കണം, ത്രിവർണ്ണ പതാകയും അംഗീകരിക്കണം. ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ഞങ്ങളുടെ ചോദ്യം ഭാരത് മാതാവിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്നോ. ഈ രാജ്യത്തിൻ്റെ ആത്മാവ് ഭാരത് മാതാവ് തന്നെയാണ്. സ്ത്രീ രൂപമായി തന്നെയാണ് ഭാരത മാതാവിനെ കാണുന്നത്, ഭാരതത്തിനെ കാണുന്നത്. അത് അംഗീകരിക്കുക, അതിൻ്റെ അടിസ്ഥാന ചോദ്യം ഞങ്ങൾക്കതാണ്. അതൊരു ഔദ്യോഗിക ചിഹ്നമാണോ, ഒരു ബിംബമാണോ എന്നുള്ളതാണ് ചോദ്യം. രാജ്ഭവനിൽ അത്തരത്തിലൊരു ഔദ്യോഗിക ബിംബമാണ് ഭാരത് മാതാവെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ എന്നാണ് CPM നേതാക്കളും ചോദിക്കുന്നത്. ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. ഈ രാജ്യം ഭാരത് മാതാവിനെ അംഗീകരിക്കുക, ഭാരത് മാതാവിനെ ബഹുമാനിക്കുക, ഭാരത് മാതാവിൻ്റെ പ്രതിരൂപമായിട്ട് തന്നെ ഭാരതത്തിനെ കാണേണ്ടത്. അത് തന്നെയാണ് ഭാരത മാതാവ് എന്ന് പറയുന്നത്. ഭാരതമാണ്, ഇവിടുത്തെ ഓരോ മനുഷ്യരുമാണെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. അതിനോട് അങ്ങ് യോജിക്കുന്നു. ഭാരത് മാതാവ് എന്ന് പറഞ്ഞാൽ ഭാരതമാണ്, അതിന് സംശയം വേണ്ട. എല്ലാ മനുഷ്യർക്കും തുല്യ നീതി തന്നെയാണ്. എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കളിയാണ് നടക്കുന്നത്. അത് രണ്ടും വോട്ട് ബാങ്ക്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുവാനുള്ള മത്സരം, അത് ഇടതു മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിവാദങ്ങൾ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ പ്രതിഷേധത്തിൻ്റെ കാതൽ എന്താണ്? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ പ്രതിഷേധത്തിൻ്റെ കാതൽ എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഭാരത് മാതാവിനോടുള്ള അവഹേളനം, അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഭാരത് മാതാവിനെ പൂജിക്കണം, ഭാരത് മാതാവിനെ പുഷ്പാർച്ചന ചെയ്യണം, ഭാരത് മാതാവിനെ ആരാധിക്കണം എന്നുള്ള സന്ദേശം ജനങ്ങളിൽ ഒന്നുകൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി. കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാക വെച്ചാലും പ്രശ്നം. കാവിക്കൊടി മാറ്റുന്ന ത്രിവർണ്ണ പതാക മാറ്റുന്ന ഒരു പ്രശ്നമില്ല. ഭാരത് മാതാവിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഭാരത് മാതാവിനെ അംഗീകരിക്കണം. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഭാരത് മാതാവിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് അങ്ങനെയാണ്. BJP പൂർണ്ണമായും ഗവർണർക്ക് പിന്തുണ നൽകുന്നു. തീർച്ചയായിട്ടും കൃത്യമാണ് കരമന ജയൻ പറഞ്ഞ കാര്യം. കൊടിയുടെ പ്രശ്നമല്ല, അത് ത്രിവർണ്ണ പതാകയാകട്ടെ അതല്ലെങ്കിൽ കാവിക്കൊടിയാകട്ടെ ഭാരത് മാതാവിനെ അംഗീകരിക്കണമെന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ബിനോയ് വിശ്വം അടക്കം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആ വ്യാഖ്യാനമടക്കം അദ്ദേഹത്തോട് പറഞ്ഞു. അതൊക്കെ അദ്ദേഹം യോജിക്കുന്നുണ്ട്. പക്ഷേ ഭാരത മാതാവിനെ അവഹേളിക്കുന്നുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് അംഗീകരിക്കാനാകില്ല, ഗൂഢാലോചനയാണ്. അതിൽ നിന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറല്ല. അത് മാത്രമല്ല, ഗവർണർക്ക് ഈ വിഷയത്തിൽ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും പറയുന്നു. അല്പസമയത്തിനകത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. ആ ചിത്രങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
BJPയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതമാതാവിൻ്റെ കയ്യിൽ കാവിക്കൊടി വീണ്ടും വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ത്രിവർണ്ണ പതാകയായിരുന്നു, അത് വിവാദമായ പശ്ചാത്തലത്തിലാണ് അത് മാറ്റി ഇതാ വീണ്ടും കാവിക്കൊടിയായി മാറിയിരിക്കുന്നത്. അനുജ, ശരി, ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തിയുള്ള BJPയുടെ പ്രതിഷേധം അത് അല്പസമയത്തിനകം ആരംഭിക്കും. ത്രിവർണ്ണ പതാക ഏന്തിയ അമ്പയുടെ ചിത്രം അത് മാറ്റിയിട്ടിപ്പോൾ കാവിക്കൊടി എന്നതിലേക്ക് BJP മാറ്റിയിട്ടുണ്ട്. വി മുരളീധരനാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയുടെ ഫ്ലെക്സിലാണ് മാറ്റം വരുത്തിയത്. അല്പസമയത്തിനകം തന്നെ പരിപാടി ആരംഭിക്കുമെന്നതാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയ വിവരം.